പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്. ദ ഗ്രേറ്റ് നോബിളസ്റ്റ് പ്ലഷർ ഈസ് ദ ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന്. അതായത് നമ്മൾക്ക് ഒരു രാജകീയമായ സുഖം കിട്ടുക എന്നത് അത് ഓരോ വാക്കിൻ്റെയും ഓരോ പ്രവൃത്തിയുടെയും അർത്ഥം അതിൻ്റേതായ ശരിക്കുമുള്ള മർമ്മം ഉൾക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതായത് നമ്മൾ അക്ബർ ചക്രവർത്തിയുടെ ഒരു കൊട്ടാരത്തിൽ നടന്നൊരു സംഭവമാണ്. അക്ബർ ചക്രവർത്തിക്ക് ബിൽബിൽ എന്നൊരു മന്ത്രിയും ബുദ്ധിമാനായ മന്ത്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അക്ബർ ചക്രവർത്തി പല കാര്യങ്ങളും തരണം ചെയ്തു പോയത്. അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തൊരു വൃദ്ധനായ ഒരു പിശുക്കനായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ ചെറിയ ലാണ് താമസിച്ചത്. കിട്ടുന്ന പണമെല്ലാം സമ്പാദിച്ച് ഒരു പഴയ ബാഗിൽ സ്വർണ്ണങ്ങളാക്കി മുത്തുകളാക്കിയും പവിഴങ്ങളാക്കിയും ഒരു പഴയ ബാഗിൽ വീട്ടിൻ്റെ ഒരു മൂലയിൽ അതിന് ശ്രദ്ധിക്കാത്ത തരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് വയസ്സായിപ്പോയി. അങ്ങനെ വയസ്സായപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു കൂനയ്ക്ക് തീ പിടിച്ചപ്പോൾ അതിൽ വല്ലാതെ വിഷമിച്ചു. വീട് കത്തിപ്പോകുന്നതിലായിരുന്നില്ല അയാൾ ദുഃഖം. അയാളുടെ ഈ പിശുക്കി വെച്ച ഈ സ്വർണ്ണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വിഷമത്തിലായിരുന്നു അയാൾ. അപ്പോൾ അടുത്തുള്ള ഒരു സ്വർണ്ണ വ്യാപാരി ഇയാൾ കരയുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഒരു കൊച്ചു കുടിലല്ലേ കത്തിപ്പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണ വ്യാപാരി നമ്മുടെ പിശുക്കനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിഷമം ഈ സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ കുടിലിൽ ഞാൻ സമ്പാദിച്ച ഒരുപാട് ധനമുണ്ട്, അതായത് സ്വർണ്ണവും പവിഴവും മുത്തും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു ബാഗിൽ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരി അത്യാഗ്രഹത്തോടെ പറഞ്ഞു, ഞാനത് എടുത്തു തരാം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ പാലിച്ചിരിക്കണം. അതായത് സ്വർണ്ണ ബാഗും കൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കിഷ്ടമുള്ളതേ നിങ്ങൾക്ക് തരികയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പിശുക്കൻ വിചാരിച്ചു, പകുതിയെങ്കിലും എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഓക്കെ സമ്മതിച്ചു. അങ്ങനെ സ്വർണ്ണ വ്യാപാരി കത്തുന്ന വീട്ടിനകത്ത് കയറി ഈ ബാഗെല്ലാം കൊണ്ട് തിരിച്ചു വന്നപ്പോൾ അയാൾ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി, കണ്ണന്താളിച്ചു പോയി. നല്ല വില കൂടിയ സ്വർണ്ണങ്ങളും പവിഴങ്ങളും മുത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു. വ്യാപാരി അതെല്ലാം എടുത്തു മാറ്റിയിട്ട് ഈ ബാഗ് മാത്രം ആ പിശുക്കൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് എനിക്കിഷ്ടമുള്ളത്, കരാർ അങ്ങനെ ആയിരുന്നില്ലേ, എനിക്കും ഇഷ്ടമുള്ളത് നിനക്ക് തരും എന്നല്ലേ എന്ന് പറഞ്ഞു. നമ്മുടെ പിശുക്കനായ മനുഷ്യന് വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹം അക്ബർ ചക്രവർത്തിയെ സമീപിച്ചു. ചക്രവർത്തി ബിർബലിനെ വിളിച്ചു. അങ്ങനെ ബിർബൽ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും പിശുക്കനെയും ഈ സ്വർണ്ണ വ്യാപാരിയും വിളിച്ചു. കാര്യം തീരുമാനിക്കാൻ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞപ്പോൾ വ്യാപാരി പറഞ്ഞു, ഞാൻ തീയിൽ നിന്നും ബാഗ് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കരാർ ഇതാണ്, എനിക്കിഷ്ടമുള്ളതേ ഇത് തരുമെന്ന്. അപ്പോൾ ബിർബൽ പറഞ്ഞു, ശരി, അത് സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് ശരിയായിരിക്കാം, എങ്കിലും നിങ്ങൾ ന്യായമായ തോതിൽ അദ്ദേഹത്തിന് പകുതിയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചതേയില്ല. അപ്പോൾ ബിർബൽ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ സ്വർണ്ണ വ്യാപാരി പറഞ്ഞു, സ്വർണ്ണവും മുത്തവും പവിഴവും വെള്ളിയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ബിർബൽ ആ പോയിന്റിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇത് സ്വർണ്ണവും വെള്ളിയും എന്നൊക്കെയല്ലേ പറയുന്നത്, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ മനുഷ്യന് കൊടുത്തില്ല? തീർച്ചയായും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നല്ലതുപോലെ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് അവിടെ രാജകീയമായ ഒരു ആഹ്ലാദവും സൗന്ദര്യവും കിട്ടിയത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ന്യായമായ തരത്തിലുള്ള എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കി പ്രയോഗിച്ചാൽ പലപ്പോഴും നല്ലത് തന്നെ സംഭവിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ മണ്ടരാവാനും സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ഒന്ന് ആലോചിക്കണം. ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, തിങ്ക് ബിഫോർ യു ആക്ട്.